ജീവിതം ദുസ്സഹമായിരുന്നു. ഒരു രൂപത്തിലും താങ്ങാൻ പറ്റാത്ത രൂപത്തിലുള്ള ബാധ്യതകളാണ് ജനങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നത്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഒന്നാം ഫേസ് കഴിഞ്ഞ് രണ്ടാം ഫേസിൻ്റെ തുടക്കത്തിൽ ഏറ്റവും നികൃഷ്ടമായ രൂപത്തിൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരായി, പ്രത്യേകിച്ച് മുസ്ലിംസിനെതിരായി ശക്തമായിട്ടുള്ള വിഷലിപ്തമായിട്ടുള്ള പ്രചരണം പ്രധാനമന്ത്രി അഴിച്ചുവിട്ടത്. യഥാർത്ഥത്തിൽ ഒരു വർഗീയ കലാപത്തിലേക്ക് നമ്മുടെ രാജ്യം നീങ്ങുമോ എന്ന സംശയം പോലും ഉണ്ടായിരുന്നു. എന്നാൽ അതിനെയെല്ലാം മതനിരപേക്ഷ ഇന്ത്യ ശക്തമായി പ്രതിരോധിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് വലിയൊരു കുഴപ്പം കാണാതെ നമ്മൾ രക്ഷപ്പെട്ടത്. മറ്റൊരു ഭാഗത്താണെങ്കിൽ ഹിന്ദുത്വ ഏകീകരണത്തിന് വേണ്ടി എല്ലാ വഴിവിട്ട മാർഗങ്ങളും സ്വീകരിച്ചു. രാമജന്മഭൂമി പ്രശ്നം ഏറ്റവും സജീവമായി കൊണ്ടുവന്നത് ഈ ഘട്ടത്തിലാണ്. അമ്പലം പണിതതിൻ്റെ പേരിൽ വോട്ട് അടക്കം ചോദിച്ചു. ആത്മീയതയെ ഇതുപോലെ ദുരുപയോഗിച്ച, തെരഞ്ഞെടുപ്പിന് വേണ്ടി, വോട്ടിന് വേണ്ടി ഉപയോഗിച്ച ഒരു കാലഘട്ടവും ഉണ്ടായിട്ടില്ല. ഇതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് എക്സിറ്റ് പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടുമെന്ന് തോന്നുന്നില്ല. എക്സിറ്റ് പോളുകളിൽ തന്നെ 201 ഇന്ത്യ മുന്നണിക്ക് പറയുന്നുണ്ട്. 201 വരെ. ഇന്ത്യ മുന്നണി തന്നെ അവകാശപ്പെട്ടത് 295 ഗാഡ്ഗെ. അപ്പോൾ സ്വാഭാവികമായും BJP വീണ്ടും അധികാരത്തിൽ വരും ഈ പറഞ്ഞ കാരണങ്ങളാൽ എന്ന് എക്സിറ്റ് പോളിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കാൻ സാധിക്കില്ല. ഇന്ത്യ രാജ്യത്ത് ആദ്യത്തെ സംസ്ഥാനമായിരിക്കും എല്ലാ സീറ്റും ഇന്ത്യ മുന്നണിക്ക് സംഭാവന ചെയ്യുന്ന കേരളം. അക്കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാകില്ല. ഈ കേരളമായിരിക്കും അതിന് ഒരു മാതൃക. അതിൽ LDFന്റെ പങ്കാളിത്തം എന്താണ്, UDFന്റെ പങ്കാളിത്തം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് 4-ാം തീയതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ UDFന്റെ സംഘടനാ തലം ചലിപ്പിച്ചത് ജമായത്തെയാണ്. ഒരു ഭാഗത്ത് ജമായത്തെയും മറ്റൊരു ഭാഗത്ത് SDP-യുമാണ്. ചില സ്ഥലത്ത് RSSന്റെ ഒരു ഭാഗത്തിൻ്റെ സഹായവും കിട്ടിയിട്ടുണ്ട്. ഇത് പ്രകടമായത് വടകര പാർലമെൻറ്റ് മണ്ഡലമാണ്. എന്നാൽ പ്രകടമാകാതെ നിശബ്ദമായി പ്രവർത്തിച്ചത് കേരളത്തിൻ്റെ LDFന് ജയിക്കാൻ, തമ്പിങ് മെജോറിറ്റിയിൽ ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഈ പ്രവർത്തനം നല്ല രൂപത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിലും കണ്ണഞ്ചിപ്പിക്കുന്ന വിജയം LDFന് അനുകൂലമായിട്ടുണ്ടാവും. ഈ വഴിവിട്ട മാർഗം കേരളത്തിലെ പൊതുജനാധിപത്യ മതേതര സംവിധാനത്തിനും കേരളത്തിലെ സംശുദ്ധമായ രാഷ്ട്രീയത്തിനും ഏറ്റവും വലിയ ആപത്തായിരിക്കും UDF ഇപ്പോൾ കൈകാര്യം ചെയ്ത തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വഴികളെല്ലാം അവർ സ്വീകരിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ LDFന്റെ സംഘടനാ പ്രവർത്തനം ഏറ്റവും ഐക്യത്തോടു കൂടി മുന്നോട്ട് പോവുകയും ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ നിർത്തുകയും ചെയ്തതിൻ്റെ ഭാഗമായി നല്ല സ്വീകാര്യതയാണ് കാണാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ള പ്രക്ഷോഭ പ്രചരണ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് സഖാവ് ഗോവിന്ദൻ മാഷിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന അടിസ്ഥാനത്തിൽ നടന്ന ജാഥ, അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന